ഇതാണ് സാംസങ്ങിന്റെ S25. S25 എന്ന് പറയുന്ന ഈ ഒരു കോമ്പാക്ട് ഫോണിന് ഒരുപാട് ആരാധകരുണ്ട്. കാരണം ഇത് വളരെ കോമ്പാക്റ്റ് ആണ്. ഒപ്പം തന്നെ ഇതിൽ സകലവിധ ഫീച്ചേഴ്സും ടോപ്പ് ലെവലിൽ തന്നെ സാംസങ് കൊടുത്തിട്ടുണ്ട്. സോ ഒരു കോമ്പാക്ട് ഫോൺ, അതും ഒരു ഫുള്ളി പാക്ഡ് ഫോൺ നോക്കുന്നുവെങ്കിൽ അത് ഇതാണ്, ദി ബെസ്റ്റ് ഇതാണ്. സോ പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ചെറിയ വീഡിയോ എന്ന് പറയാൻ കാരണം ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ അൺബോക്സിംഗ് പ്രൊസീജിയർ ഒന്നും കാണിക്കുന്നില്ല. അതിനകത്ത് ചാർജിങ് കേബിളും സിംറ്റോളും അത്ര തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് മാറ്റങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വളരെ പരിചിതമായ S24ന്റെ അതേ ഡിസൈനാണ്. ആർമർ അലുമിനിയം ഫ്രെയിം തന്നെയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇരിക്കുന്നത്. IP68ന്റെ വാട്ടർ റേറ്റിംഗ് തന്നെയാണ് ഇരിക്കുന്നത്. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഫ്രണ്ട് ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിന്റെ ഡിസൈൻ. കഴിഞ്ഞ വർഷത്തെ അതേ സെറ്റപ്പ് തന്നെ. വ്യത്യാസം ഇതാണ്, ഇത്തിരി ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. ഇത് ഓൾറെഡി വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. ഇതിപ്പോൾ 7.2 mm സ്ലിം ആണ്. ഒപ്പം തന്നെ 162 ഗ്രാമിന്റെ വെയിറ്റ് ആണ് വരുന്നത്. സോ വളരെ ലൈറ്റ് വെയിറ്റും കോമ്പാക്റ്റും സ്ലിമ്മുമായ ഒരു കംഫർട്ടബിൾ ആയ ഫോൺ നോക്കുന്നവർക്കുള്ള ഐറ്റമാണിത്. കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു, ഈ വർഷം ഇങ്ങനെ തന്നെ. 120 ഹെർട്സിന്റെ ഫുൾ HD+ ഡൈനാമിക് AMOLED 2x ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രോ വിഷ്വൽ എഞ്ചിൻ, പീക്ക് ബ്രൈറ്റ്നസ് ആണെങ്കിൽ 2600 നിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വിഷ്വൽ ക്വാളിറ്റിക്കൊന്നും ഒരു വിഷയമില്ല, അതൊക്കെ ടോപ്പ് ലെവലാണ്. ബ്രൈറ്റ്നസും കാര്യങ്ങളും ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാം സെറ്റാണ്. പക്ഷേ വല്ലാതെ അങ്ങ് പറയാനില്ല എന്ന് മാത്രം, കാരണം കഴിഞ്ഞ വർഷത്തെ അതേ സെറ്റപ്പാണ്. സോ അപ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് ഇതൊന്നും പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായി. സാംസങ്ങിന്റെ AMOLED ഡിസ്പ്ലേ ദീപ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും മേജറായ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് ആണ്. കഴിഞ്ഞ വർഷം അത് എക്സിനോസ് ആയിരുന്നു. എക്സിനോസ് 2400. ഇവിടെ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് 4 ഗാലക്സി എന്ന ഏറ്റവും പവർഫുൾ ആയ പ്രോസറാണ്. സോ കഴിഞ്ഞ വർഷം ആരെങ്കിലും ഒക്കെ അത് എക്സിനോസ് ആണല്ലോ എന്ന് കരുതി എടുക്കാതെ വിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കുള്ള ഐറ്റമാണ്. പെട്ട പെർഫോമൻസ് ആണ്, ഒരു വിഷയമില്ല. ഞാൻ BGMI ആണ് നോർമൽ യൂസിനൊന്നും ചിന്തിക്കേ വേണ്ട, യാതൊരു ഇഷ്യൂ ഇല്ലാണ്ട് നൈസായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. എല്ലാ തരം ഏരിയയും ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴും ഒരു വിഷയമില്ല, പക്ക സെറ്റാണ്. One UI 7 ആണ്, ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ്. 7 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ട്. ഒരു വിഷയങ്ങളും ഇല്ലാത്ത പെർഫോമൻസ്. BGMI ഒക്കെ സ്മൂത്ത് എക്സ്ട്രീം പ്ലസിൽ തന്നെ നൈസായിട്ട് കളിക്കാൻ ഞാനിവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത് കിട്ടാവുന്നതിലേക്ക് ടോപ്പ് ടയർ പെർഫോമൻസ് ഉള്ള ഫോണാണ്. സോ ഇത് ഈ ഭാഗത്ത് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന അപ്ഗ്രേഡ് ആണ്. സോ പെർഫോമൻസിൽ ടോപ്പ് ലെവൽ. ഇതിന്റെ ചില AI ഫീച്ചേഴ്സും മറ്റുമൊക്കെ പറയാം. അത് കാര്യമായ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിൽ വരുത്തുന്ന കാര്യമാണ്. അടുത്ത സെക്ഷനിൽ പറയാം. അതിന് മുമ്പ് ക്യാമറ പറയണം. അത്യാവശ്യം നല്ല ക്യാമറയാണ്. സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതോ നോക്കുക. ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. ഇത് കഴിഞ്ഞ വർഷത്തെ അതേ സ്പെക് സെറ്റപ്പ് ആണ്, ഒരു വ്യത്യാസമില്ല. മെയിൻ ക്യാമറ 50 മെഗാപിക്സൽ, 10 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ, 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ, ഫ്രണ്ട് ക്യാമറ 12 മെഗാപിക്സൽ, 8K വീഡിയോ റെക്കോർഡിംഗ് എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു. സകല സെറ്റപ്പും കഴിഞ്ഞ വർഷത്തെ അതേ സാധനം. സെൽഫി ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതും ഡേയും ഇൻഡോർ ലൈറ്റും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിരിക്കുന്നുണ്ട് അല്ലേ? സോ ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്വാളിറ്റി കാണാം, യാതൊരു ഇഷ്യൂസും ഇല്ല, ഒക്കെ സെറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മെയിൻ ക്യാമറ വീഡിയോ ഞാൻ ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റും എടുത്തൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൽഫി ക്യാമറയുടെ വീഡിയോയും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൽഫി വീഡിയോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതും 4K 60 FPS തന്നെ എടുക്കാൻ സാധിക്കും. സോ വീഡിയോ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും യാതൊരു വിഷയങ്ങളും എല്ലാം സെറ്റാണ്. പക്ഷേ ഈ ക്യാമറയുടെ ഭാഗത്ത് ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതായത് 1-2 കാര്യങ്ങൾ. ഒന്ന് ലോഗ്, നമ്മൾ അൾട്രയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലോഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാം. അതായത് കളർ ഇല്ലാതെ ഫുൾ ഡെപ്തിൽ ഷൂട്ട് ചെയ്യുന്ന പരിപാടി. പിന്നീട് വേണമെങ്കിൽ കളർ ഗ്രേഡ് ചെയ്തെടുക്കാവുന്ന, അടിപൊളിയായിട്ട് പ്രോ ലെവലിൽ കളർ ഗ്രേഡ് ചെയ്തെടുക്കാവുന്ന ആ ലോഗ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ ഓഡിയോ ഇറേസർ, നമ്മൾ കഴിഞ്ഞ അൾട്രയുടെ വീഡിയോയിൽ പറഞ്ഞ അതേ സെറ്റപ്പ്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഈസി ആയിട്ട് ഇതിന്റെ ഗാലറിയിൽ നിന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നോയ്സ് റിമൂവ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഈ 2 ഫീച്ചറുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ക്യാമറയുടെ ഭാഗത്ത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിട്ട് ഫീൽ ചെയ്യാൻ പോകും. സോ അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കുക. നിങ്ങളൊരു വ്ളോഗ് വീഡിയോ ഒക്കെ എടുക്കുന്നവരാണ്, ഹൈ ക്വാളിറ്റി വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ 2 ഫീച്ചർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അത് ഇതിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ക്യാമറ. ഇനി ഇതിന്റെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4000 mAh ബാറ്ററിയാണ്. അതും കഴിഞ്ഞ വർഷത്തെ അതേ സെറ്റപ്പ് തന്നെയാണ്. ഇനി AI ഫീച്ചറുകൾ നമ്മൾ പറയുന്നതിന്റെ കാരണം, AI ഫീച്ചർ ഇത്തിരി നല്ലതാണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ഇതുവരെ വേറെ ഒരു ഫോണിലും കിട്ടാത്ത ഒരു അപ്ഗ്രേഡ് ആണ് ഈ പറയുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ AI. ഒരു ഹ്യൂമൻ ലൈക്ക് AI ആണ്. നമ്മൾ പറഞ്ഞാൽ അത് ക്രോസ് ആപ്പുകൾ കണക്ട് ചെയ്തുകൊണ്ടൊക്കെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റിമൈൻഡർ വെക്കണമെങ്കിൽ തന്നെ നമ്മൾ ഇതുവരെ നമ്മുടെ ഫോണുകളിൽ AIയോട് അല്ലെങ്കിൽ സിരിയോടോ അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനോടോ ഒന്നും പറഞ്ഞ് വെച്ച പോലെയല്ല. നമ്മൾ കാര്യം ഒന്ന് പറഞ്ഞാൽ മതി, അവനങ്ങ് ചെയ്തോളും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നത്തിങ് ഫോൺ 4-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു റിമൈൻഡർ വെക്കണമെങ്കിൽ പ്ലീസ് സെറ്റ് എ റിമൈൻഡർ ഫോർ നത്തിങ് ഫോൺ സീരീസ് 3 ലോഞ്ച് എന്ന് മാത്രം പറഞ്ഞാൽ മതി. വേറെ ഒന്നും പറയണ്ട. അതായത് നിങ്ങൾ ഡേറ്റ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ഇവൻ തന്നെ ഈ ജെമിനി തന്നെ പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ഡേറ്റ് മനസ്സിലാക്കി ആ ഡേറ്റിന് റിമൈൻഡർ ഇവർ തന്നെ വെച്ചോളും. എന്തിനുള്ള റിമൈൻഡർ എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. സംഭവം അടിപൊളിയാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും, ഒരു ഹോട്ടൽ അന്വേഷിക്കണമെങ്കിൽ ഏതുതരം ഫുഡ്, ഏതുതരം സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് വേണോ അകലെ വേണോ ഏത് ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ ഇതെല്ലാം തപ്പിപ്പിടിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവരും എന്നുള്ളത് പുതിയ അഡ്വാൻസ്ഡ് ആയ AIയുടെ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഈ പവർ ബട്ടണിൽ ഒരു പ്രസ് ചെയ്യുമ്പോൾ തന്നെ ജെമിനി താഴെ വരും. ഈസി ആയിട്ട് ജെമിനിയോട് ഡയറക്റ്റായിട്ട് നമ്മൾ പറയുന്നത്, ബിക്സ്ബിയോടല്ല. ജെമിനി ഈ കാര്യങ്ങളെല്ലാം ക്രോസ് ആപ്പ് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് റിസൾട്ട് കൊണ്ടുതരും.
സോ വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു AI. നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിച്ചാൽ പോലും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു AI ഈ ഫോണിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ആണ്. അതിനെ കുറച്ച് കാണരുത്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത പോലെയല്ല ഇനി നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റുക. ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഹ്യൂമൻ ലൈക്ക് കമ്മ്യൂണിക്കേഷനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. സാംസങ്ങിൻ്റെ ആ ഒരു സംഭവം രക്ഷയില്ല. പിന്നെ നൗബാർ 1UI7 ആണല്ലോ. അപ്പോൾ നൗബാർ താഴേതാ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അടിയിലടിയിലായിട്ട് ഇങ്ങനെ സ്റ്റാക്ക് പോലെ വന്ന് നൗബാർ നിൽക്കുന്നുണ്ടാവും. അതിൽ ലൈവായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ സാധിക്കും. അതേപോലെ അതേ ഭാഗത്ത് തന്നെ നൗ ബ്രീഫ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എൻ്റെ കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നൗ ബ്രീഫോടെ വന്ന് കിടക്കും. നമ്മൾ അതിലൊന്ന് ടാപ്പ് ചെയ്താൽ ഇന്നത്തെ വെതർ എന്താണ്, കാലാവസ്ഥ എന്താണെന്ന് അറിയാം. ഒപ്പം തന്നെ നമ്മൾ അലാറങ്ങൾ എന്തെങ്കിലും റിമൈൻഡറുകളൊക്കെ വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മൾ ഇതിൽ ഇവൻറ്റുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കാണിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ എന്ന രീതിയിൽ നൗ ബ്രീഫ് നമ്മുടെ മുമ്പിലേക്ക് വരും. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് അത് യൂസ് ചെയ്യുന്നവർ. ഉപകാരപ്പെടുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിന്നെ ഈ പറഞ്ഞ എല്ലാ AI-കളും ഓൺ ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പിന്നെ സാംസങ്ങിൻ്റെതായ എല്ലാ ഫീച്ചറും അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് സെക്യൂർ ഫോൾഡർ, നോട്ട് സെക്യൂരിറ്റി, സാംസങ് വാലറ്റ്, പിന്നെ കോൾ റെക്കോർഡിംഗ്, ഒരു പ്രശ്നവുമില്ലാതെ നൈസായിട്ട് വർക്ക് ചെയ്യുന്ന കോൾ റെക്കോർഡിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. സോ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണായിട്ട് നമുക്ക് ഒരു കോമ്പാക്റ്റ് ഫോണായിട്ട് S25 വിലയിരുത്താം. 24 കയ്യിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയില്ല. നിർബന്ധമല്ല, ഞാൻ പറയുകയില്ല. അല്ലെങ്കിൽ ഓരോ വർഷവും പോയിട്ട് ഫോൺ അപ്ഡേറ്റ് ചെയ്യാനെന്ന് ഞാൻ ആരോടും പറയാറില്ല. അതിപ്പോൾ ഏത് ഫോണിൻ്റെ കാര്യത്തിലായാലും. സോ 2 വർഷമൊക്കെ ആയി നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ S24 ഒക്കെ ആയ S22 ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ അഡ്വാൻസ്ഡ് AI-ക്കും എക്സ്ട്രാ ലെവൽ പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 808 പെർഫോമൻസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും S25 വന്നാൽ നന്നായിരിക്കും. ബാക്കിയെല്ലാം മറന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഫോൺ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും ഫങ്ഷണലായ AI ഫീച്ചേഴ്സുള്ള, ബെസ്റ്റ് ക്യാമറാസുള്ള ടോപ്പ് ലെവൽ ഫോണാണ്, കോമ്പാക്റ്റ് ഫോണാണ് S25. ഇതിലൊരു മാറ്റമില്ല. അപ്ഗ്രേഡ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ഭാഗങ്ങൾ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ടോപ്പ് ലെവൽ സാധനമാണ്, ധൈര്യമായിട്ട് എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെയാണ് തീരുമാനം. വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രം എടുക്കുക. പിന്നെ എല്ലാ ഷോപ്പിലും ഉണ്ടാവും. ഒന്ന് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ നോക്കിയിട്ട് താല്പര്യമെങ്കിൽ മാത്രം എടുക്കുക. സോ അപ്പോൾ അതാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.